ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ വീണ്ടും കളത്തിലേക്ക്. ബ്രസീൽ ടീമിനോടൊപ്പം പരിശീലനം തുടങ്ങി. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും രുജീഷ് വീരവീന്ദ്രൻ ചേരുന്നുണ്ട്. രുജീഷ്, അങ്ങനെ ബ്രസീലിന് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത, നെയ്മർ തിരിച്ചെത്തുകയാണല്ലേ? അത് ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം, ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ കാർലോ ആഞ്ചലോട്ടി വന്ന് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നെയ്മർ തിരിച്ചെത്താൻ വൈകും എന്ന് പറയുന്നുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പരിക്ക് മാറുന്നുണ്ട്, കായികക്ഷമത വീണ്ടെടുക്കുന്നുണ്ട് എന്നൊരു സൂചന അദ്ദേഹം നൽകിയിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങൾ തന്നെ ബ്രസീൽ ടീം തന്നെ പുറത്തുവിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൂർണ്ണമായും ബൂട്ട് ഉപയോഗിച്ചല്ല അദ്ദേഹം പരിശീലനം നടത്തുന്നത്, സ്നീക്കേഴ്സ് ഉപയോഗിച്ച് മാത്രമാണ് പരിശീലനം. പന്ത് ഉപയോഗിച്ചുള്ള പരിശീലനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിക്ക് മാറി തിരിച്ചെത്തി കായികക്ഷമത പൂർണ്ണമായും വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു ട്രെയിനിങ് പ്രോസസ് എന്ന നിലയിലാണ് ഇപ്പോൾ നെയ്മറിന്റെ പരിശീലനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം ഹെയ്ത്തിക്കെതിരെ ജൂൺ 20-നാണ് ബ്രസീലിന്റെ മത്സരമുള്ളത്. ആ മത്സരത്തിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. അത് പൂർണ്ണമായും തന്നെ 100% ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രം നെയ്മറിനെ കളിപ്പിക്കുക എന്ന തരത്തിലേക്ക് തന്നെയായിരിക്കും ബ്രസീൽ ടീം കടക്കുക. കാരണം ഈ ഗ്രൂപ്പ് കടക്കുക ബ്രസീലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുള്ള ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ നെയ്മറിനെ വളരെ തിരക്ക് പിടിച്ച് കളിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ടീം എത്തിയേക്കില്ല. പക്ഷേ എന്തായാലും നെയ്മർ പരിക്കിന് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ള ഒരു പരിശീലനത്തിലേക്ക് നെയ്മർ പോകുന്നത്. അത് ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ശരി, രുജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.